എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നിരവധിയായിട്ടുള്ള പൂജകൾ, വഴിപാടുകൾ, നാമജപങ്ങൾ, പ്രാർത്ഥനകൾ, ക്ഷേത്ര ദർശനങ്ങൾ ഇങ്ങനെ പലതും നമ്മൾ ചെയ്യാറുണ്ട്. ഈ ചെയ്യുന്നതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാവും അല്ലേ? ഓരോ അമ്മമാരും അങ്ങനെ തന്നെയാണ്, ഓരോ മാതാപിതാക്കളും അങ്ങനെയാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെ നമ്മുടെ എന്തോ ആവട്ടെ, നമ്മൾ അവർക്ക് വേണ്ടി, നല്ലൊരു ഭാഗമല്ല മുഴുവനും, നമ്മൾ അവരെക്കുറിച്ച്, അവരുടെ ഓരോ വളർച്ചയും കണ്ട്, അവരുടെ ഓരോ വിജയങ്ങളും കണ്ട് അതിലാണ് നമ്മൾ സന്തോഷം പലരും കണ്ടെത്താറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ ആഗ്രഹം നമ്മുടെ കുട്ടികൾ നല്ല നിലയിലെത്തണം, ഏറ്റവും നല്ല കുട്ടികളായിട്ട് അവർ മാറണം. അവരുടെ ജോലിയാവട്ടെ, വിവാഹമാവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, എന്തും ഏറ്റവും നല്ല നിലയിലായിരിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളുടെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് പേടിയാണ് അല്ലേ? കുട്ടികൾ ഏതൊക്കെ വഴിക്ക് പോകണു, എന്തൊക്കെ ചെയ്യണു എന്ന് നമുക്കറിയാൻ നമ്മളെക്കൊണ്ട് സാധിക്കാത്ത ഒരു കാലമായിട്ട് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. എങ്കിലും നമ്മൾ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങളിൽ നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കാലം അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു മോശം പിടിച്ച ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ അങ്ങനെയാണ്, അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മുടെ കുട്ടികൾ നല്ല വഴിക്ക് നടക്കാൻ വേണ്ടി, അവർക്ക് നേർബുദ്ധി ഉണ്ടാവാൻ വേണ്ടി, അവർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, നല്ലത് അവരുടെ മനസ്സിൽ തോന്നാൻ വേണ്ടി, അവരുടെ പ്രവൃത്തികളാവട്ടെ, അവരുടെ മറ്റെന്ത് കാര്യങ്ങളും ആവട്ടെ, അതൊക്കെ നേരായ വഴിയിലൂടെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ ഒരു നാമം ജപിക്കാം. വിശേഷിച്ച് അമ്മമാർ എല്ലാ ദിവസവും ജപിക്കേണ്ട നാമമാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നാമജപത്തേക്കാൾ നമുക്ക് കൂടുതലായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ നാമം ജപിച്ചാൽ തന്നെ ധാരാളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. നാമം ഇതാണ്: ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹി മേ തനയം കൃഷ്ണ ത്വമഹം ശരണം ഗത. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹി മേ തനയം കൃഷ്ണ ത്വമഹം ശരണം ഗത. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹി മേ തനയം കൃഷ്ണ ത്വമഹം ശരണം ഗത. ഈ നാമം ജപിച്ച് ഭഗവാനെ, കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഈ നാമം നന്നായിട്ട് ജപിച്ചോളൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ മക്കൾക്കുണ്ടാവും. എല്ലാവിധ പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയിട്ടുള്ളതാവട്ടെ. അമ്മമാർ സ്ഥിരമായിട്ട് അച്ഛന്മാർക്കും ജപിക്കാട്ടോ നാമം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അച്ഛനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥന നടത്തുമ്പോഴല്ലേ അതിൻ്റെ ഫലം കൂടുതലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അമ്മമാർ എന്ന് പറയുന്നത് കൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. കാരണം കൂടുതലും അമ്മമാരാണ് പ്രാർത്ഥനാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ കുറച്ചുകൂടി ഉത്സാഹം കാണിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നാമം എല്ലാ ദിവസവും നമ്മൾ ജപിക്കുന്ന നാമത്തോടൊപ്പം ഈ നാമം കൂടി ജപിച്ചോളൂ. വളരെ വിശേഷമാണ്. കാരണം എങ്ങോട്ട് അവർ പോവുകയാണെങ്കിലും, എന്ത് പഠിത്തത്തിനായാലും ജോലിക്കായാലും എന്തിനായാലും നമുക്ക് നമ്മുടെ കുടുംബത്തിലിരുന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും വിശേഷപ്പെട്ട നാമമാണ്. മക്കൾക്ക് വേണ്ടി നമുക്ക് ജപിക്കാൻ കഴിയുന്ന ഏറ്റവും വിശേഷപ്പെട്ട നാമമാണ്. തീർച്ചയായിട്ടും ഭഗവാനെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ചുകൊണ്ട് ഈ നാമം ദിവസേന ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. അവരൊരിക്കലും വഴിവഴച്ച് പോവില്ല. നേരായ വഴിയിൽ കൂടി തന്നെ അവർ പോവുള്ളൂ. അപ്പോൾ എല്ലാ മക്കളും ഏറ്റവും നല്ല നിലയിലെത്തട്ടെ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവർ ചെയ്യുന്നത് ഓരോന്നും നല്ലതായി മാറട്ടെ എന്ന്, മാറാനുള്ള അനുഗ്രഹം ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.